ഒരു കഥയുണ്ട്, ഒരുപക്ഷെ ചെറുപ്പത്തിൽ നമ്മളൊക്കെ പഠിച്ചതായിരിക്കും. ഒരാള് യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പാവം പാമ്പും കുഞ്ഞിനെ പട്ടിയും പൂച്ചയുമൊക്കെ ഇങ്ങനെ ആക്രമിക്കുന്നു. പരിക്കേറ്റ പാമ്പും കുഞ്ഞിനെ അയാൾ സംരക്ഷിച്ച് വീട്ടിൽ കൊണ്ടുവരുന്നു. അശോകൻ ചെരുവിലാണ് കഥയൊക്കെ എഴുതുന്നത്. ഇത് അശോകന്റെ കഥയല്ല കേട്ടോ, ഇത് പണ്ടുള്ള കഥയാണ്. അപ്പോൾ പാമ്പ് വളരുന്നു. അത് പെരുമ്പാമ്പായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് പാമ്പിനോടുള്ള സ്നേഹം വർദ്ധിക്കുന്നു. പാമ്പ് വലിയ രൂപത്തിലേക്ക് എത്തി. പെടുന്നതിന് ഒരു ദിവസം താൻ ഓമനിച്ച് വളർത്തുന്ന പൂച്ചയെ കാണാനില്ല. അപ്പോൾ ഈ വ്യക്തി വിചാരിച്ചു, പാമ്പിന് വിശന്നിട്ട് പൂച്ചയെ തിന്നതായിരിക്കാം, പോട്ടെ സാരമില്ല. ഏതാനും ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ പട്ടിയെ കാണുന്നില്ല. അപ്പോഴും അദ്ദേഹം ആശ്വസിച്ചു, വിശന്നിട്ടല്ലേ, പട്ടിയെ തിന്നിട്ടുണ്ടാവും, പോട്ടെ സാരമില്ല. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അയാൾക്ക് ആകെ ഉത്കണ്ഠയും ആകുലതയും. താൻ ഓമനിച്ച് വളർത്തിയ പാമ്പ് ഒന്നും കഴിക്കുന്നില്ല, ഭക്ഷണയെ കഴിക്കുന്നില്ല. എന്നോട് വിജയ ഭക്ഷണയെ കഴിക്കുന്നില്ല. ഈ വിജയ എൻ്റെ കൂടെ കേരള വർമ്മ കോളേജിൽ പഠിച്ച കേട്ടാ, ജൂനിയർ ആയിരുന്നു. അപ്പൊ വിജയ, ഈ പാമ്പൊന്നും കഴിക്കാത്തപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഓമനിച്ച് വളർത്തുന്നതല്ലേ, അതിലുള്ള ആധിക്യം. മാത്രമല്ല, പാമ്പ് വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. പാമ്പിന് ഇയാളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നതിന്റെ ഭാഗമായി പാമ്പ് ഇദ്ദേഹം കിടന്നുറങ്ങുമ്പോൾ അതിനടുത്ത് വന്ന് കിടന്നുറങ്ങുന്നു. അദ്ദേഹം ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടറോട് പറഞ്ഞു, ഞാൻ ഇത്രയും വർഷം വളർത്തിയ ഈ പാമ്പ് ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല, എന്നോട് ചേർന്ന് കിടക്കുകയാണ്. ഒരുപക്ഷെ ഈ പാമ്പിന്റെ അവസാനത്തെ നാളുകളായിരിക്കാം. എങ്ങനെയാണ് ഞാൻ ഈ പാമ്പിനെ രക്ഷപ്പെടുത്തുക? ഡോക്ടർക്ക് സംശയം തോന്നി. ഡോക്ടർ ചോദിച്ചു, അല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും വല്ല സംഭവവാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഇല്ല, ഒന്നുമില്ല. ഒരു പൂച്ച പോയി, ഒരു പട്ടി പോയി. ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ അളവെടുക്കാൻ വേണ്ടിയാണ് ഈ പാമ്പ് നിങ്ങളോട് ചേർന്ന് കിടക്കുന്നത്. അടുത്ത ഉന്നം നിങ്ങളാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഒരു കിരീടവുമായി തൃശ്ശൂരേക്ക് ഒരാൾ വരുന്നത് ഈ പാമ്പ് ഇവിടെ കിടക്കുന്നതിന് തുല്യമാണ്. ഇതും നമ്മൾ മനസ്സിലാക്കും. ആ പാമ്പാണ് ഇന്ന് പല രൂപത്തിലും വരുന്നത്. ക്രിസ്മസിന്റെ നാളിൽ അരമനകളുടെ പടികൾ BJP നേതാക്കൾ ചവിട്ടി നിരങ്ങുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഒരു പാമ്പ് വരുന്നുണ്ട്. ആ പാമ്പിനെ കുറിച്ചുള്ള ജാഗ്രതയാണ് നമുക്ക് വേണ്ടത്.